ആണ് ഡോക്ടർ പി കെ ഗോപൻ. ഒരു പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഒറ്റയ്ക്ക് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കും? അങ്ങനെ സാധിക്കില്ലല്ലോ. അവിടെ നിന്ന് നന്നാക്കാൻ കൊടുക്കുമ്പോൾ തന്നെ ഈ പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്ന് ചട്ടമുണ്ട്. ആ ചട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം മാനുവൽ അനുസരിച്ചാണോ മുൻപ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ ചോദിക്കുന്നത്. അപ്പോൾ മാനുവൽ അനുസരിച്ചല്ലാതെ പലരും നടത്തി വിദേശ യാത്രകളും, അതായത് ഈ വിഷയവുമായി ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റൊരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആർക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്? യഥാർത്ഥത്തിൽ അനന്തഗോപനും പത്മകുമാറും തമ്മിലാണോ പ്രശ്നം? എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം? ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരാൾ നടത്തിയ തട്ടിപ്പ് എന്ന രൂപത്തിൽ എങ്ങനെയാണ് നമുക്ക് അത് ബോധ്യമാവുക, ഡോക്ടർ പി കെ ഗോപൻ? അങ്ങനെ ബോധ്യമല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ 99 മുതലുള്ള എൻക്വയറി ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ UDF വേണ്ടി സംസാരിച്ച രണ്ടുപേരും ആവശ്യപ്പെട്ടത് പഴയ കാലത്തേക്ക് പോകേണ്ടതില്ലെന്നുള്ളതാണ്. എത്ര നല്ല ജാമ്യമെടുപ്പാണ്! കോടതി തന്നെ പറയുന്നത് 99 മുതലുള്ള എൻക്വയറിയാണ്. കേരള ഹൈക്കോടതി പറയുന്ന കാര്യം പോലും അവർ അംഗീകരിക്കുന്നില്ല. അവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സമയത്ത് അയ്യപ്പ സംഗമത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പീഠം കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സത്യവിശ്വാസിയും നൈർമല്യമുള്ള മനുഷ്യനും ശുദ്ധനുമായിരുന്നു. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിറകിൽ നിന്ന് പീഠം കാണാനില്ല, കൊടുത്ത പീഠം കാണാനില്ല എന്ന ചർച്ചയിലേക്ക് അയ്യപ്പ സംഗമത്തെ ഡൈവേർട്ട് ചെയ്യാൻ പരിശ്രമിച്ച് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വേണ്ട, ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നതിനൊന്നും ഒരു പ്രസക്തിയില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാറ്റി നിർത്തുകയാണ്. അതുകൊണ്ട് പഴയ അന്വേഷണം വേണ്ട എന്ന് പറയുന്നതിൻ്റെ യുക്തി നടക്കുന്ന കാര്യമല്ല. അത് അന്വേഷിക്കുക തന്നെ വേണം. അതുകൊണ്ട് ആ ദേവസ്വം 2019 കാര്യങ്ങളല്ലേ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഡോക്ടർ പി കെ ഗോപൻ. അതിലല്ലേ ആദ്യം മൂന്നേണ്ടത്. ഇപ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിനേക്കാൾ അറിയുന്ന കാര്യം ഇപ്പോൾ ആ രേഖയില്ല, ആ രേഖ ഇപ്പോൾ അവിടെ ഇല്ലെങ്കിൽ ഇപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അല്ല, അതല്ലേ മഞ്ഞുമലയുടെ അടിവശം കാണാനുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണമല്ലോ സ്മൃതി. അപ്പോ മഞ്ഞുമലയുടെ മുകളിൽ നിന്ന് നോക്കി വരണ്ടേ താഴേക്ക് എത്താൻ? അല്ല, അതെ അതെ, നോക്കണം, മുകളിൽ തന്നെ നോക്കി വരികയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങുന്നത്. അപ്പോൾ നേരത്തെ വിജയമല്യ ഈ സ്വർണം കൊടുത്തു. ഇനി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വലിയ രൂപമാണ് വിജയമല്യ. കാരണം വിജയമല്യ ഇന്ത്യ രാജ്യത്തെ ബാങ്കുകളിലെ കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി അടിച്ചു മാറ്റിയിട്ട് വിദേശത്ത് പോയി താമസിക്കുന്ന ഇവിടെ എല്ലാവരും ആനയിച്ചു കൊണ്ടുവന്ന ഒരു വൻ സമ്പന്നൻ അല്ലേ? അങ്ങനെ ഒരു സമ്പന്നൻ അവിടെ 30 കിലോ കൊടുക്കുമ്പോൾ അന്നൊന്നുമില്ലാത്ത ഒരു വിവാദം ഇപ്പോൾ അദ്ദേഹം വിദേശത്ത് ഒളിവിൽ കഴിയുന്നു എന്ന വാദം കൊണ്ട് മറയ്ക്കാൻ പറ്റുമോ? അത് ശരിയല്ലല്ലോ. അന്ന് എല്ലാവരും വലിയ രൂപത്തിൽ വലിയ വാർത്ത കൊടുത്തതാണ്. അത് നിങ്ങൾക്ക് ആർക്കും എതിർപ്പില്ലാതിരുന്ന കാര്യമാണല്ലോ. നിങ്ങൾ 3 പേരില്ലേ അപ്പുറത്ത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ 3 പേര് ഒരു പക്ഷത്തിന് വേണ്ടി ശക്തമായിട്ട് വാദിക്കുകയാണ്. സത്യം അറിയുക എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു തട്ടിപ്പ് നടന്നു എന്നുള്ള കാര്യം കോടതിക്ക് തന്നെ ബോധ്യമായതാണല്ലോ. കോടതി ദേവസ്വം ബോർഡ് ജീവനക്കാരിൽ ഒരു വിശ്വാസവും രേഖപ്പെടുത്തുന്നില്ല എന്നതും അങ്ങയുടെ മുന്നിലുള്ള കാര്യമാണല്ലോ. ചേക്കുട്ടി മാത്രമല്ലേ ഉള്ളൂ, ഞങ്ങളിൽ നിന്ന് സത്യം അറിയണ്ടല്ലോ. അങ്ങോട്ട് ചോദിക്കില്ല, ഞങ്ങളിൽ നിന്ന് സത്യം അറിയണ്ടല്ലോ. ശ്രീ ചേക്കുട്ടിയും ശ്രീകുമാറും പറയുന്നത് കേട്ടാൽ മതിയല്ലോ. അപ്പം ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് പറയാൻ അവസരം എന്താ? നമുക്കെന്തിനാ ഈ ചർച്ച ബഹളത്തിലേക്ക് കൊണ്ടുവന്ന്? കാര്യമായിട്ട് പറയാം. നമ്മളെല്ലാം പുറത്ത് നിൽക്കുന്നവരാ, നമുക്ക് ശബരിമലയിൽ നേരിട്ട് ഒരു ബന്ധമുള്ളവരല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിനകത്ത് വലിയ ബഹളം വേണ്ട. നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇപ്പം വിജയമല്യ എന്ന് പറയുന്ന ആൾ വലിയ അട്ടിമറിക്കാരനും വലിയ ഉടായിപ്പുകാരനുമാണ്. ആ വിജയമല്യ സ്വർണം കൊടുത്തു. ഞാൻ പറയാൻ ശ്രമിക്കുന്ന പോയിന്റ് മനസ്സിലാക്ക്. ഈ വിജയമല്യ കൊടുത്ത സ്വർണം അത് സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞു എന്നുള്ള റിപ്പോർട്ടാണ് നമുക്കുള്ളത്. അന്ന് ചില പത്രങ്ങൾ അദ്ദേഹം അവിടെ കൊടുത്തതിൻ്റെ കണക്കൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അന്വേഷണം നടക്കുമ്പോൾ ഇത് തന്നെ സത്യമാണോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. അവിടുത്തെ രജിസ്റ്ററിൽ ഇത് സ്വർണ്ണപ്പാളി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതിനുശേഷമാണ് അവിടുന്ന് കൊണ്ടുപോയതിൻ്റെ അകത്തുള്ള കുറവ് പരിശോധിക്കേണ്ടത്. ഇതിലേക്ക് പോകണ്ടെന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത്. എന്താ, ജാംബവാന്റെ കാലം മുതലുള്ള അന്വേഷിക്കേണ്ട, സുധാകരൻ മുതൽ ഇങ്ങോട്ടുള്ള അന്വേഷിച്ചാൽ മതി. സുധാകരനും തർക്കമില്ല. കാരണം സുധാകരൻ്റെ 1-2 സ്റ്റേറ്റ്മെൻറ്റ് ഇവർക്ക് ഇക്കിളിപ്പെടുത്തുന്നതായതുകൊണ്ട് സുധാകരനെ വെറുതെ വിടുന്നു. അതിനുശേഷമുള്ള അന്വേഷണം മതി. അത് നടക്കുന്ന കാര്യമല്ല. സ്വന്തക്കാരെ മാറ്റി നിർത്തിയിട്ട് ശത്രുക്കളുടെ പേരിൽ മാത്രം അന്വേഷണം നടത്തുന്നുള്ള ഈ ആവശ്യമുണ്ടല്ലോ, ഇത് ശബരിമല പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യലല്ല. അതുപോലെ അയ്യപ്പ സംഗമം ശ്രീകുമാർ സാർ പറയുന്നത് കേട്ടു, അത് പറന്നങ്ങ് പോയി, അതിന് യാതൊരു പ്രസക്തിയില്ല. അതുപോലെ ചേക്കുട്ടി മാഷു അങ്ങനെ പറയുന്നത് കേട്ടു. എൻ്റെ സാറേ, നിങ്ങളുടെ അത്രയും ബുദ്ധിയില്ലായിരുന്നു 26 ഹൈന്ദവ സംഘടനകൾക്ക്. ചേക്കുട്ടി മാഷിൻ്റെയൊക്കെ വൈഭവം അവർക്കില്ലാതെ പോയി, ബുദ്ധിയില്ലാതെ പോയി. അതുകൊണ്ട് അവർ 26 പേര് ഇതിനെ സപ്പോർട്ട് ചെയ്ത്. അവർ വെറുതെ സപ്പോർട്ട് ചെയ്തതല്ല, ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ക്ഷണത്തിൽ
26 സംഘടനകൾ യോജിക്കണമെങ്കിൽ അതിൽ പ്രബലമായ സംഘടന ഗവൺമെന്റിന്റെ ശബരിമല പ്രശ്നത്തോട് എതിർത്ത് നിന്നവരാണ്. അവർ യോജിക്കണമെങ്കിൽ ഒന്നും കാണാതല്ല യോജിച്ചത്. ഗവൺമെന്റിന്റെ സത്യസന്ധതയും അംഗീകരിച്ചുകൊണ്ടും അല്ല അതിരിക്കട്ടെ, ആ ഉറപ്പ് ശ്രീ നല്ല പത്രപ്രവർത്തകയാണല്ലോ ഭവതി, അന്വേഷിച്ച് കണ്ടുപിടിക്കുക. ഞാൻ പറയുന്നത് അതല്ല. ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ പ്രബലമായ സംഘടനകൾ ഇത് മനസ്സിലാക്കിയിട്ട് അവർ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കി. അവർ അഴിമതിയും കൈക്കൂലിയും നടത്താത്ത ദേവസ്വം ബോർഡാണ് ശബരിമല ഭരിക്കുന്നത് എന്നതുകൂടി അവരുടെ ബോധ്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അവർ പിന്തുണ പ്രഖ്യാപിച്ചത്. അല്ലാതെ അഴിമതിക്കാരായ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അവിടെ നിൽക്കുന്നെങ്കിൽ ഈ 26 സംഘടനകൾ പിന്തുണ പ്രഖ്യാപിക്കില്ല. ആ ഒരു ട്രാൻസ്പെറൻസി അവിടെ നടക്കുന്നത് ഇപ്പോൾ ശബരിമലയിൽ നിന്നും വലിയ തരത്തിൽ മോഷണം പോയോ എന്ന ആശങ്ക നിൽക്കുമ്പോഴും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മേന്മ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. നമ്മുടെ വിഷയം അതേ അല്ല എന്നുള്ളതാണ്. ഞാൻ അങ്ങിലേക്ക് ഒന്ന് വരാം. ദയവ് ചെയ്ത് ശ്രീ വിശ്വംഭരൻ അല്ലല്ല അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടല്ല, ശ്രീ വിശ്വംഭരൻ ചർച്ചയിൽ നിന്ന് പിരിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അസ്വസ്ഥപ്പെടുത്തുന്നൊന്നുമില്ല. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അങ്ങ് ചോദിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണമേ കൊണ്ടുപോയിട്ടില്ല, സ്വർണമേ കൊണ്ടുപോയത് ചെമ്പാണ് എന്നാണ് ഇപ്പോൾ താങ്കളുടെ വാദം. താങ്കളുടെ വാദം കൊണ്ടുപോയത് ചെമ്പാണ്. ഈ പറയുന്ന വിജയമല്യ എന്ന കള്ളൻ, വിജയമല്യ എന്ന കള്ളൻ പറയാനുള്ള അവസരം തരണം. അല്ല, വിജയമല്യ എന്ന കള്ളൻ സ്വർണ്ണമേ കൊണ്ടുവച്ചിട്ടില്ല എന്നല്ല പറഞ്ഞത്. വിജയമല്യ പാർട്ടിക്കാരുടെ ചർച്ച നടത്തിയാൽ മാത്രം പോരാ, അത് ശരിയല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കല്ല, തെളിഞ്ഞു കഴിഞ്ഞല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കല്ല. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്ന് CPM-ഉമായിട്ട് കെട്ടണ്ടെന്നാ പറഞ്ഞേ. അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്ന് CPM-ഉമായിട്ട് കെട്ടണ്ട, അത് കൈവച്ചിരുന്നാൽ മതി. അതുകൊണ്ട് അത് ആരെയാണോ ബന്ധപ്പെടുത്തേണ്ടത് നമുക്ക് അന്വേഷിക്കാം. പോറ്റി ശബരിമലയിലേക്ക് എത്തുന്നത് പത്മകുമാറിന്റെ കാലത്താണ്. പത്മകുമാറിന്റെ കാലത്താണ് ഇദ്ദേഹം സ്പോൺസറായി അവിടെ വിലസുന്നത്. കൂടുതൽ സ്പോൺസർമാരെ കൊണ്ടുവരുന്നത് പത്മകുമാറിന്റെ കാലത്താണ്. നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാകും. കാണിക്ക വെക്കാൻ വേണ്ടിയാണ് എത്തിയത്. ആയിക്കോട്ടെ, ആർക്കും കാണിക്ക വെക്കാമെങ്കിൽ കാണിക്ക വെക്കുകയും കാണിക്ക വെക്കാൻ കൂടുതൽ ആളുകളെ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരാളായി അവിടെ എത്തുകയും അവിടുത്തെ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി ഒരു തട്ടിപ്പുകാരൻ എങ്ങനെ എത്തുന്നു, ആർക്കാണ് ഉത്തരവാദിത്തം വന്നു കഴിഞ്ഞാൽ പിന്നെന്തിനാ കാര്യം പറയുന്നത്? ഒരു പരികർമ്മിയായി ഒരു തട്ടിപ്പുകാരൻ എത്തുന്നുണ്ടോ? കേരളീയർ മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് അയാൾ അവിടെ വിശ്വാസം നേടി അവിടെ തുടരുന്നത്? എന്താണ് പത്മകുമാർ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. അങ്ങനെ പറഞ്ഞു എന്നാണോ ഞാൻ പറഞ്ഞത്? എന്താണ് ഉത്തരവാദിത്തം? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉത്തരവാദിത്തം എന്താണ്? ദേവസ്വം അതുകൊണ്ടാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പൊ വന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൊടുത്തു വിടാതിരുന്നത്. ദേവസ്വം ബോർഡ് വിജിലന്റ് ആയതുകൊണ്ടാണല്ലോ. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ PS പ്രശാന്തിനെ കുറിച്ചല്ല പറയുന്നത്. മനസ്സിലായല്ലോ. 2019 അങ്ങ് ആദ്യം പറഞ്ഞു തുടങ്ങിയത് എന്താണ്? സുതാര്യമായി അവിടെ ജീവനക്കാരെ എടുക്കുന്ന സംവിധാനം അല്ലേ? സുതാര്യമായിട്ടാണ് എല്ലാ കാര്യവും. അവിടെ കൈക്കൂലിയിലൂടെ അവിടെ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ ശ്രമമൊക്കെ നടത്തി അതിനൊക്കെ തടയിട്ടു എന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. അങ്ങനെ സുതാര്യമായ സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു തട്ടിപ്പുകാരൻ അവിടെ തുടരുകയും അവിടുത്തെ ഒരാളായി നിന്ന് വിലസുകയും ഈ പറയുന്ന കൂടുതൽ സ്പോൺസർമാരെ എത്തിക്കാനൊക്കെ മുൻകൈ എടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? അത് അയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരൊറ്റ ആൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? സ്വാഭാവികമായ സംശയമല്ലേ? ഉണ്ണികൃഷ്ണൻ അല്ല, ഇത്രയും ചോദ്യങ്ങളങ്ങ് ആവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഇടവേള കൂടെ ഉത്തരത്തിനായിട്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ബന്ധപ്പെട്ടത് ഭക്തൻ എന്നുള്ള തരത്തിൽ കാണിക്കയർപ്പിക്കാനും മറ്റുമാണ്, ജീവനക്കാരനായിട്ടല്ല, ബോർഡ് മെമ്പറായിട്ടല്ല. അങ്ങനെ ഒരാൾ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചതിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായിരിക്കുന്നു. അതിൻ്റെ അന്വേഷണമാണ് നടക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? കോടതിയുടെ നിരീക്ഷണത്തിലെ അന്വേഷണം. ഇനി ഹൈക്കോടതി പറയണ ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന്. ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും CBI ഇഷ്ടമാണ്, കേന്ദ്ര ഏജൻസി ഇഷ്ടമാണ്. പക്ഷെ CBI ചില സമയത്ത് നിങ്ങൾക്കും ഇഷ്ടമാകാറുണ്ട്, ചില സമയത്ത് CBI നിങ്ങൾക്കും ഇഷ്ടമാകാറുണ്ട്. CBI അന്വേഷണങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വലിയ താല്പര്യമെടുത്ത് നമ്മൾ കേരളം ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ. CBI അന്വേഷിച്ചല്ലോ ശ്രീമതി സ്മൃതി, CBI അന്വേഷിച്ചല്ലോ ഈന്തക്കുരുക്കുല ഈ സ്മൃതിയുടെ ശബ്ദനാളികൾ എത്ര മാസം പ്രകമ്പനം കൊണ്ടതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.